എന്താ അളിയ? ത്രിവിക്രമൻ എവിടാ? എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല അളിയ. മോനെ ത്രിവിക്രം, നീ ഇതെവിടെയാ? പാർട്ടിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ? വേഗം വാ. ഡാഡ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഡാഡ്. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാ തൃശ്ശൂരിനൊരു പാമ്പ് കടിച്ചു. വാട്ട്? തൃശ്ശൂരിന് പാമ്പ് കടിച്ചെന്നോ? അതെ ഡാഡ്, ഞാൻ അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മോനെ, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ സാംബശിവനങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവയ്ക്കോ. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വന്നേക്കാം. പിന്നെ നന്ദീശനോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഡ്രൈവ് സേഫ്. ഓക്കെ ഡാഡ്. ഞാൻ റെഡി. എങ്ങനെയുണ്ടെന്ന് നോക്കി. വാ, നമുക്ക് ഇറങ്ങാം. എന്തെങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? അത് നമ്മളിപ്പോ പോകുന്നില്ല, നീ അകത്തേക്ക് വെക്കാം. എന്ത് പറ്റി ഇപ്പൊ? എന്ത് പറ്റിയെന്ന് അറിയണോ? നിർബന്ധമാണോ? എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനാണോ? ദമയന്തി, നിന്നോട് കഥ പറഞ്ഞോണ്ട് നിൽക്കാനൊന്നും എനിക്കിപ്പോ സമയമില്ല. നമ്മുടെ തൃശ്ശൂരിനെ പാമ്പ് കടിച്ചു. ത്രിവിക്രമൻ അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ അങ്ങോട്ട് പോവാ. അയ്യോ, ആണോ? നമുക്ക് പാർട്ടിയിൽ നിന്ന് മുഖം കാണിച്ചിട്ട് ആ വഴി പോകാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. എന്നാ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് വാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് അവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോന്നേ? എന്താ ചേച്ചി ഇത്? എത്ര വലിയ അന്യായം ഇത്! അളിയന് ചേച്ചിയുടെ വേണമെങ്കിൽ പാർട്ടിക്ക് വരായിരുന്നു. ഇനി അഥവാ അളിയന് വരാൻ പറ്റിയില്ലെങ്കിലും ചേച്ചി അവിടെ വരെ കൊണ്ടുവിട്ടിട്ടെങ്കിലും പോകായിരുന്നു. അല്ല, അളിയൻ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാ? ചേച്ചി ഇപ്പൊ വഴിയിലിറക്കി വിട്ടതുപോലെ ആയില്ലേ? അപ്പപ്പാ, ഇത്ര നന്നായിട്ട് ഡ്രസ് ചെയ്ത് വന്നിട്ടും എല്ലാം വേസ്റ്റ് ആയി പോയല്ലേ ചേച്ചി? അതാടാ എനിക്ക് മനസ്സിലാവാത്തത്. ചേച്ചിയുടെ മനസ്സിലെ വിഷമം എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ചേച്ചിയുടെ മനസ്സിന് വിഷമായെന്നറിയാം, പക്ഷെ ചേച്ചി പുറത്ത് കാണിക്കുന്നില്ല. സത്യം പറഞ്ഞാലേ നീ ക്ഷമയുടെ ദേവതയാണ് ചേച്ചി, ത്യാഗി. ഞാൻ എന്ത് ചെയ്യാന്? എന്നെ കൊണ്ടതിന് അറിയാം ചേച്ചി, അറിയാം. എന്റെ അളിയനെ വീട്ടുകാരെക്കാളും അന്യരോടാ താല്പര്യം. അല്ല, പാമ്പ് കടിച്ചത് ജോലിക്കാരന്റെ മോനെയല്ലേ? സ്വന്തം ഭാര്യ ഇവിടെ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നിട്ടും അതിന് യാതൊരു വിലയും കൊടുക്കാതെ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? ഇതാ ചേച്ചി എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഈയിടെയായിട്ട് എന്റെ അളിയനെ സ്വന്തക്കാരാരോ അന്യരാരെന്നുള്ളത് മറന്നു പോകുന്ന പോലുണ്ട്. സ്വന്തം മോനെ പാമ്പ് കടിച്ച് കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ കൊണ്ട് ഓടിയത്. ഇതൊക്കെ ഇങ്ങനെ കിടന്ന് പറയാൻ ഞാനാരാ? പോട്ട് വിട്. കാര്യം ഞാൻ ചേച്ചിയുടെ അനിയനൊക്കെ ആണെങ്കിലും എനിക്കതിൻ്റെ ഒരു വിലയില്ലല്ലോ ഇവിടെ. എന്നെ എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്താ പറ്റിയേ? ഡോക്ടർ, പാമ്പ് കടിച്ചു ഡോക്ടർ. ഏത് പാമ്പാ കടിച്ചത്? നിങ്ങളാരെയും കണ്ടിരുന്നോ? മൂർഖനാ കടിച്ചത്. മൂർഖൻ തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കുന്നേ? ഇന്നലെ ഞങ്ങൾ വീടിനടുത്ത് വെച്ച് കണ്ട പാമ്പ. ശരി, സാംബശിവൻ സാറിനെ ഞാനൊന്ന് വിളിക്കട്ടെ. നിങ്ങളിവിടെ ഇരിക്കേ. സിസ്റ്റർ, വേഗം നടക്ക്. പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. കണ്ടീഷൻ വളരെ മോശമാണ്.
ശിവാനി, എന്താ പറ്റിയേ? എന്താ ആകെ വിഷമിച്ചിരിക്കുന്നെ? എന്താ കാര്യം? എന്താ പറ്റിയെന്ന് പറ. ഞാൻ അവന്റെ പ്രാണൻ എടുത്തു നീലി. ഞാൻ കാരണം തൃശ്ശൂരിൽ അവന്റെ ജീവൻ നഷ്ടമായി. ശിവാനി, നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? നമ്മൾ ഈ ഭൂമിയിൽ വന്നത് തന്നെ ഇത് കണ്ടുപിടിക്കാനാ. ശരിക്കുള്ള ആദിശേഷൻ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. നമ്മൾ ആ കർത്തവ്യം പൂർത്തീകരിച്ചു, അത്ര തന്നെ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞതല്ലേ, ത്രിവിക്രമൻ തന്നെയാണ് ആദിശേഷനെന്ന്. പോട്ടെ, വിട്. എല്ലാം നന്നായി അവസാനിച്ചു. നന്നായിട്ട് അവസാനിച്ചെന്നോ നീ? ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കുന്നതാണോ നല്ല അവസാനം? ഛേ! ശിവാനി, നീ നിന്റെ കർത്തവ്യമാണ് ചെയ്തത്. നടന്നതെല്ലാം വിധി അനുസരിച്ചാണ്. ഇല്ല നീലി, എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്താ നീ ചെയ്യുന്നേ? ശിവാനി, ആർക്കാ നീ ഫോൺ ചെയ്യുന്നേ? തൃശ്ശൂരിന്റെ അമ്മയെ. ഹലോ അമ്മ, ഞാൻ ശിവാനിയെ സംസാരിക്കുന്നേ. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ? നോക്കു മോളെ, ഞാൻ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അറിഞ്ഞു അമ്മേ, ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ വീട്ടു ജോലിക്കാര് പറഞ്ഞു നിങ്ങളുടെ മകനെ പാമ്പ് കടിച്ചെന്ന് കേട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ രക്ഷപ്പെടുന്ന കാര്യം കഷ്ടമെന്ന് ഡോക്ടർ പറഞ്ഞത് മോളെ. അയ്യോ, കരയല്ലേ അമ്മേ, കരയല്ലേ. ഏത് ഹോസ്പിറ്റലിലാ ഉള്ളത്? അത് സാംബശിവ ഹോസ്പിറ്റല് മോളെ. ശരി അമ്മേ, വിഷമിക്കല്ലേ. നമ്മുടെ ഡോക്ടേഴ്സ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കടിച്ചതേതോ നല്ല വിഷമുള്ള പാമ്പാണെന്ന് അവർ പറയുന്നത്. നന്ദീശൻ പറഞ്ഞതുപോലെ അതൊരു സാധാരണ പാമ്പല്ല. അതെയോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ അതിനുള്ള ആന്റിവെനം ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? പാമ്പ് കടിയേറ്റ ആൾക്കാർ മരിച്ചു പോകുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ? നമ്മുടെ കുട്ടിയുടെ അവൻ നമ്പീശനും വല്ലാതെ വിഷമിച്ച് തളർന്നിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനൊന്നും അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് അവൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന്. ഒരു ഡോക്ടറായി ഞാനിങ്ങനെ സംസാരിക്കാൻ പാടില്ല. പക്ഷേ നിന്നോട് എനിക്ക് സത്യം മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ടായി പറയുന്നത്. എന്താ നീ പറയുന്നേ? അതേടോ, ആ പാമ്പ് ഏതാന്ന് എനിക്കറിയില്ല. എൻ്റെ കരിയറിൽ ഇത്ര വിഷമേറ്റ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വിഷം ബോഡി മൊത്തം സ്പ്രെഡായിട്ടുണ്ട്. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഡോക്ടേഴ്സ് അവരാലാവുന്നൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും ഗുണം ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്ത് അവന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ക്യാഷ് എത്ര വേണമെങ്കിലും ചെലവായിക്കോട്ടെ, സാരമില്ല. അവനെ നിന്റെ മകന്റെ സ്ഥാനത്ത് കാണാൻ ശ്രമിക്കുക. അവനെന്തെങ്കിലും പറ്റിയ പിന്നെ നോ നോ എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇവിടുത്തെ ഡോക്ടേഴ്സിനോടൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറയണം. അവനെ സീരിയസ് ആയിട്ട് നോക്കാൻ പ്ലീസ്. ദിഗ്വിജയ്, ഇത് പണത്തിന്റെ പ്രശ്നമല്ല. ഞങ്ങൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിനും അവന്റെ ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? പിന്നെ ഞങ്ങൾ ദൈവങ്ങളല്ലല്ലോ. നമുക്ക് ഞങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും മെഡിസിൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ശ്രമിക്കാം. അതിന് മുകളിലുള്ള എല്ലാം ദൈവത്തിന് വിടാനേ പറ്റൂ. പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക. നന്ദീശന്റെ മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചൊന്ന് പുറത്തറിയരുത്. നാഗമാണിക്യം നമ്മുടെ കയ്യിലുള്ളപ്പോൾ, അതിന്റെ ശക്തി നമുക്ക് തുണയായുള്ളപ്പോൾ എങ്ങനെയാണ് തൃശ്ശൂരിന് പാമ്പ് കടിയേറ്റത്? ദിഗ്വിജയ്, അത് വേറെ ഇത് വേറെ. നീ പറയുന്നതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിൽ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്,
തൃശ്ശൂലിനെ കടിച്ചിരിക്കുന്ന സാധാരണമായൊരു പാമ്പല്ല. പാമ്പ് കടിയേറ്റാൽ കൊടുക്കാനുള്ള മെഡിസിനും നമ്മുടെ അടുത്തുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പേഷ്യന്റിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കും. പക്ഷെ തൃശ്ശൂലിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു സാധാരണ പാമ്പല്ല. ഈ ലോകത്തിൽ ഇപ്പോൾ എത്ര തരം പാമ്പുകളുണ്ട്. അതിലിപ്പോ ഇവനെ കടിച്ച പാമ്പ് ഏതാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പിന്നെ ഒരു കാര്യം, അവന്റെ ഒരു നിയോഗം ഇനി ഈ ഭൂമിയിൽ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിജീവിക്കും. അങ്ങനെയല്ലെങ്കിൽ നീയും ഞാനും എത്രത്തോളം പരിശ്രമിച്ചാലും നോ യൂസ്. നിന്റെ വിശ്വാസമില്ലാത്ത ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. തൃശ്ശൂലിന്റെ ജീവൻ രക്ഷിക്കണം, എനിക്കത് മാത്രമാണ് വേണ്ടത്. അത് നിനക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പറ. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ആയിക്കോട്ടെടോ, എന്റെ കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? എന്നെ കൊണ്ടാവുന്നതെല്ലാം എന്തായാലും ഞാൻ ചെയ്തിരിക്കും. അതുപോലെ നീ സമാധാനമായിട്ടിരിക്കുക. ഞാനെന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ. മുതലാളി, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, തൃശ്ശൂലിനൊന്നും സംഭവിക്കില്ല. ഇല്ല മുതലാളി, ഞാനന്ന് മുതലാളിയുടെ കൂടെ വന്നില്ലേ? ആ പാപം എനിക്ക് വരേണ്ടതല്ലേ? ഞാൻ ചെയ്ത പാപത്തിന് എന്റെ കുടുംബത്തിലുള്ളവർ അനുഭവിക്കുന്നത്. അത് കാരണം എന്റെ മകനാ ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത്. ഞാൻ ചെയ്ത പാപത്തിന് എന്റെ മകൻ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? ലാളിച്ചു വളർത്തിയ എന്റെ മകൻ എന്റെ കൺമുമ്പിൽ കിടന്ന് ഈ അവസ്ഥ കണ്ടില്ലേ മുതലാളി? ഞാനിതൊക്കെ എങ്ങനെയാ സഹിക്കുക? നീ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കില്ലെന്ന് ദിശ. ഏറ്റവും നല്ല ഹോസ്പിറ്റലല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാഷ് എത്ര വേണമെങ്കിലും ചെലവായിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. ഞാൻ സാംബശിവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് എവിടെ മരുന്നുണ്ടെങ്കിലും ഞാനത് കൊണ്ടുവന്നിരിക്കും. നീ സമാധാനപ്പെടുക. മുതലാളി കൂടെയുള്ളത് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. എന്തെങ്കിലും ചെയ്ത് എന്റെ മകനെ രക്ഷിക്കണം മുതലാളി. എന്റെ മകനെ രക്ഷിക്കണം മുതലാളി. കരയല്ലേ നന്ദീശ, സമാധാനമായിട്ടിരിക്കെ. നീ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാ? നമ്മൾ രണ്ടുപേരും എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരമല്ലേ? നോക്ക്, നീ ആദ്യം മധുമതിയെ സമാധാനിപ്പിക്കേ. നടക്ക. ഞാൻ എന്നും എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതാ. പക്ഷെ ഇപ്പൊ എന്റെ മകന്റെ അവസ്ഥ കണ്ടില്ലേ? അവനെ തന്നെ പാമ്പ് കടിച്ചില്ലേ? ഈ സങ്കടം ഞാൻ ആരോട് പറയാനാ? എന്റെ മോനൊന്നും വരുത്തല്ലേ. എനിക്ക് പേടിയാവുന്നു ഈശ്വരാ. ദൈവമേ. ആന്റി ഇങ്ങനെ കരയല്ലേ ആന്റി, പ്ലീസ് ഇങ്ങനെ കരയല്ലേ. തൃശ്ശൂരിനൊന്നും സംഭവിക്കില്ല. ആന്റി കണ്ടോ, അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആന്റി ധൈര്യമായിട്ടിരിക്കും, അവൻ അത്ര സീരിയസ് ഒന്നുമല്ല. ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. തൃശ്ശൂരിലൊന്നും സംഭവിക്കില്ല. ഡോക്ടർ,
ഞാൻ എന്താ ഇങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടത്? എന്താ സംഭവിക്കുന്നത്? അപ്പോ തൃശ്ശൂരിൽ എന്തെങ്കിലും, അവന്റെ ജീവൻ എന്തെങ്കിലും? എന്താ ഇവൻ ഫോൺ എടുക്കാത്തെ? ഇനി എന്താ ചെയ്യാ? അമ്മ പറഞ്ഞത് ഏത് ഹോസ്പിറ്റലായിരുന്നു? സാംബശിവ ഹോസ്പിറ്റൽ. സാംബശിവ. ഹലോ ഹലോ, സാംബശിവ ഹോസ്പിറ്റലാണോ? ആ അതെ. എനിക്ക് അർജന്റായിട്ട് തൃശ്ശൂർ എന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ വേണമായിരുന്നു. ആളുടെ അവസ്ഥ എന്താണെന്ന് പറയൂ. നിങ്ങൾ ആരാണ് അയാളുടെ? പരിചയമില്ലാത്തവരോട് ഞങ്ങൾ ഡീറ്റെയിൽസ് പറയാറില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അവന്റെ വീട്ടുകാരെ ആരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ദയവേത് അവന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് പറയൂ. ആ ശരി മാഡം, ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ. എന്താടാ? എന്റെ മകൻ എങ്ങനെയുണ്ട്? അവനൊന്നും പറ്റിയിട്ടില്ലല്ലോ. എന്താണെങ്കിലും പറഞ്ഞോളൂ ഡോക്ടർ. എടാ സാമ്പ, എന്താ കാര്യമെന്ന് പറ. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നും തന്നെ ഫലം കണ്ടില്ല. എന്നാലും തെളിച്ചു പറയൂ ഡോക്ടർ. ഐ എം സോറി. തൃശ്ശൂരിനെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. മാഡം, അയാളിപ്പം ജീവനോടെ ഇല്ല. ചേച്ചി, നീ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാ. എനിക്ക് ആ നന്ദീഷിന്റെ ഫാമിലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ആ പാമ്പ് കടിച്ചത് ഒരു നല്ല കാര്യമായിപ്പോയി. അങ്ങനെയൊന്നും പറയല്ലേടാ. അയ്യ, ഒന്നും മിണ്ടാതിരിക്കേച്ചി. സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണെന്നല്ലേ അതങ്ങ് വിശ്വസിക്കേ. ഈ പാമ്പ് കടിച്ചിട്ടേ തൃശ്ശൂൽ അങ്ങ് ശിവന്റെ അടുത്ത് തന്നെ എത്തുന്നുള്ള കാര്യം ഫിക്സ്. അവൻ തിരിച്ച് ജീവനോടെ വരാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതല്ലേ. അയ്യോ, അങ്ങനെയാണോ? പാവം. ഈ പാവം എന്നും പറഞ്ഞ ആളുകളോട് സഹതാപം കാണിക്കുന്നത് അങ്ങ് നിർത്ത്. ഞാൻ പറയുന്ന കേക്ക്. ആ തൃശ്ശൂരിന്റെ മരണം ഫിക്സ്. മകൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ അച്ഛന്റെ അമ്മയുടെ കാര്യം എന്താവും? അവൻ മരിച്ചുപോയ ദുഃഖത്തില് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കും. ആ സമയത്ത് ചേച്ചി ഒരു കാര്യം ചെയ്യണം. അവരെ ഇങ്ങോട്ട് വിളിച്ച് സമാധാനപ്പെടുത്തുന്ന രീതിയില് കാശിക്ക് തീർത്ഥയാത്രയ്ക്ക് പറഞ്ഞങ്ങ് വിടണം. അവരും ശരിയാണെന്ന് പറഞ്ഞങ്ങ് പൊക്കോളും. പോയിട്ട് പിന്നെന്ത് സംഭവിക്കാന്? പോയാ പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. അതെങ്ങനെയെന്നുള്ള കാര്യം ചേച്ചി ചോദിക്കണ്ട, ഞാൻ പറയേയില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ?